പോകുന്ന വഴിക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാനും ആ കത്തിയെടുത്ത് വരൂലേ? ഇപ്പൊ കേട്ടിട്ട് എന്നെ കൈ ഇങ്ങനെ തരിക്കുന്നു. ഒലക്കട മൂട്. ഒരു കത്തി കൊണ്ടൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ലെന്ന്. നാടകത്തിലെ പോലെ ഇടതു ഭാഗത്തുനിന്നും വലതു ഭാഗത്തുനിന്നും ഭീകര കഥാപാത്രങ്ങൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് വരിക. ഒരു മുന്നറിയിപ്പില്ല, അത് ഇടിയോടിട്ടി. പക്ഷേ ആ ഇടി ഞങ്ങളുടെ ഭാവി മാറ്റിമറിക്കാൻ പോവാന്ന് ഒടുവിലാ ഞങ്ങൾക്ക് മനസ്സിലായത്. അതെ, അത് മനസ്സിലായി കഴിയുമ്പോഴേക്ക് ഇടികൊണ്ട് നല്ലപോലെ ക്ഷീണിച്ചു. പോട്ടെ, ഈ പെണ്ണിനെ കണ്ടുപിടിച്ചു കൊടുത്താൽ എത്ര ലക്ഷം ഉറുപ്പ കിട്ടും? എത്രയും കിട്ടും. ഒരു മനുഷ്യനെ സമനില തിരിച്ചു കിട്ടുന്ന കേസല്ലേ? പാവം മനുഷ്യൻ, അയാൾ നിലവിളിക്കുക. പേടിക്കണ്ട, അവൾ ഈ സിറ്റിയിൽ എവിടെ ഒളിച്ചാലും ഈ കീലേരി വെച്ച് കണ്ടുപിടിക്കും. ആ, എങ്ങനെയെങ്കിലും എന്റെ മാജിക് പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടായാൽ മതിയായിരുന്നു. അയ്യടാ, മാജിക് തേങ്ങ. ലക്ഷങ്ങൾ കൈ വന്നാ പിന്നെ മാജിക് കളിച്ച് നടക്കാൻ പോകല്ലേ? കുറച്ച് ദിവസം സുഖമായിട്ട് ജീവിക്കുക. അതൊന്നും പറ്റില്ല. മാജിക് താൻ പോടോ. അവള് വന്നു പെട്ടത് എന്റെ മാജിക് പറ്റിയില്ല. പണം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ പെണ്ണ് തന്നെ അമ്മാവന്റെ മുളന്നോലല്ലോ. എന്തായാലും കിട്ടുന്നില്ല, പാതി ഞാൻ എടുക്കും. പകുതിയാക്കേണ്ട മുഴുവൻ താനും എടുത്തോ. നിർത്ത്. അല്ല, ഇതൊക്കെ പൈസ കിട്ടിയിട്ട് പോരെ? ആദ്യം പോയി ആ പെണ്ണിനെ കണ്ടുപിടിക്കാം. എന്നിട്ട് അച്ഛൻ തീരുമാനിക്കും പൈസ എന്ത് ചെയ്യാന്ന്. കേട്ടോ? അപ്പോ അതാണ് പ്രശ്നം. 1982 ഏപ്രിൽ 12-ാം തീയതി സംഭവം നടക്കും. അതാണ് ഈ രേഖ പറയുന്നത്. ഇത് സത്യം. ഞങ്ങളൊരു വഴിക്ക് പോവാ. പോകുന്ന സംഗതി നടക്കുവോ ഇല്ലേ? നടക്കുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലേ വിവരം അറിയാലോ. നടക്കും, സംശയമില്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ശരിയായിട്ടില്ലെങ്കിൽ തെറ്റിയിട്ടില്ല. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. അടുത്തോ? നിക്ക് ഇവിടെ ഒന്ന് നോക്കാം. എന്നാ പോവാ. ഇതിന്റെ ആളാണ് മോളെ? ബെല്ലടിച്ചാ വരും. ഓ, ഇവിടെ വെളുത്ത് മെലിഞ്ഞിട്ട് ഏതാണ്ട് എന്നെക്കാളും കുറച്ച് പോകണ്ടല്ലേ? അങ്ങനത്തെ ഒരു കുട്ടിയുണ്ടോ? എന്താ പേര്? പേരെന്താന്നൊന്നുമല്ല, ആളെ കണ്ടാലറിയാം. നമ്മളൊന്ന് കയറി ചെക്ക് ചെയ്യട്ടെ. ഇവിടെ അങ്ങനെ ആരുമില്ല. അങ്ങനെ ആൾ ഒളിപ്പിക്കാൻ നോക്കണ്ട. ഇവിടെ കേറാൻ പറ്റില്ല, ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. വാ. ആ പെണ്ണല്ലേ അത്? ഞാൻ പോയി നോക്കട്ടെ. ഞാൻ പോവാം. അയ്യോ, എന്താ ഇവിടെ വൃത്തി കാണിക്കുന്നോ? നിങ്ങൾ ആരാ? പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഇങ്ങോട്ട് മാറി നിൽക്കാൻ. ഒന്ന് വിട്ടാട്ട് നേരമില്ലാത്തോർത്ത് പോലീസ്. എന്താ സംഭവം? എനിക്കൊന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യേ, ഈ അമ്മി കൊത്തോണ്ട് നടക്കില്ലേ? അമ്മി കൊത്താണ്ടോ ചോദിച്ചോണ്ട് അതുപോലെ മാജിക് കാണിക്കണോ എന്ന് വിളിച്ച് നടക്ക്. ചേട്ടൻ കൂടെ വന്നിട്ടേ ഉറക്ക വിളിച്ച് തന്നാ ഞങ്ങൾ നടക്കാം. എനിക്കെന്നിട്ട് ആവശ്യമില്ല. നിങ്ങൾ വീട് ഒഴിഞ്ഞു തന്നാ വേറെ ആണുങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കായിരുന്നു. ചേട്ടാ, നന്ദി വേണം നന്ദി. പേടിച്ച് മൂത്രം ഒഴിച്ച് കട്ടിലടിയിൽ ഒളിച്ച ചേട്ടനെ ഒരാണിനെ പോലെ പുറത്തിറങ്ങാൻ സഹായിച്ചതേ ഇത്ര പെട്ടെന്ന് മറക്കരുത്. ആ കത്തിയിപ്പോഴും കീലേരി അച്ഛന്റെ കയ്യിലിടുന്നുള്ള ഓർമ്മ വേണം. ഓ, അത് ശരി. അപ്പൊ എന്നെ ഭീഷണിപ്പെടുത്തുക? ഭീഷണി ഒന്നുമല്ല. ചേട്ടനോട് ഞങ്ങൾ ഇത്രേ ചോദിച്ചുള്ളൂ. പത്രത്തിൽ ചെറിയൊരു പരസ്യം ചെയ്യാൻ ഒരു 50 രൂപ തരാൻ പറ്റുമോ? എന്റെ അടുത്ത് ഇല്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, തന്നെ നോക്കൂ. പരസ്യം ചെയ്ത പിറ്റേന്ന് തൊട്ട് ഞങ്ങൾ പരിപാടി കിട്ടി തുടങ്ങും. കിട്ടുന്നത് മുഴുവൻ ചേട്ടന്റെ കയ്യിൽ കൊണ്ടു തന്നേക്കാം. ഇത് വാക്കാ. എന്റെ കഴുത്തിറങ്ങി പോയില്ലേ? ഇനി ഒന്നും ആലോചിക്കാനില്ല. ഉച്ചയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാം. വാ. അല്ല, അപ്പഴേ ചെല്ലേ. വാ. എന്നാ കേട് ഒരു പരസ്യം കൊടുക്കേണ്ടിരുന്നു. ആരാതിന്റെ ആള്? നമസ്കാരം. ഞങ്ങളെ നിങ്ങളെ പേപ്പറിന് ഫസ്റ്റ് ക്ലാസ് ഒരു പരസ്യം തരാൻ വേണ്ടി വന്നതാ. കീലേരി അച്ചുവേട്ടൻ. ഒരു ഫുൾ പേജിന് എന്ത് ചാർജ് വരും സാർ? ബാക്ക് പേജ് ആണെങ്കിൽ 1 ലക്ഷം രൂപ, അകത്താണെങ്കിൽ 60,000 50,000 അങ്ങനെ പോകും. നമുക്ക് ഫുൾ പേജ് വേണ്ടി വരുമോ?
വേണ്ടി വരില്ലേ? താങ്കളുടെ അഭിപ്രായം എന്താ? അല്ല താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ അല്ല, താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റൂ? അല്ല താങ്കൾ പറഞ്ഞോളൂ. എനിക്കെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് താങ്കളുടെ അഭിപ്രായം കേൾക്കണ്ടേ? ഞാൻ പറയാം. ഓ, അപ്പോഴേ തൽക്കാലം ആരും ഒന്നും പറയണ്ട. നിങ്ങൾ പോയി ആലോചിച്ച് പിന്നെ വന്ന് പറഞ്ഞാൽ മതി. എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. വന്ന കസ്റ്റമറെ പിരിച്ചു വിട്ടിട്ടല്ലേ വേറെ ജോലി? നിങ്ങൾ പോണം. സർ, ഫുൾ പേജ് വേണ്ട, അത് പിന്നെ മതി. ഒരു തുടക്കം എന്നുള്ള നിലയിൽ അതൊരു ചെറിയ പരസ്യം മതി. ഈ അരയിഞ്ച് കാലിഞ്ച് ടൈപ്പ് 50 രൂപയ്ക്ക് താഴെ വരുന്ന ക്ലാസിഫൈഡ് പരസ്യങ്ങളൊക്കെ അവിടെ കേശവൻ എന്ന് പറയുന്ന ആളുണ്ട്. അയാളോട് പോയി പറയും. ഓ, മൂപ്പര് വലിയ പരസ്യത്തിന്റെ ആളായിരിക്കും. ഇവൻ അച്ചോട്ടാ, വരട്ടെ. കണ്ണാടി ദാ പെണ്ണ്. നല്ല പണിയാ കാണിച്ചത്. കാലത്ത് ഒന്ന് ക്ഷമ പറയാന്ന് വെച്ച് അന്വേഷിച്ചപ്പോ ഒന്ന് യാത്ര പോലും പറഞ്ഞില്ലല്ലോ. ഓഹോ, ഇവളാണില്ല അവള്. ഐ, തല്ലിയതിൽ ഞാൻ മാപ്പി ചോദിക്കുന്നു. ഓ, അതൊന്നും സാരമില്ല, ഞാൻ പോട്ടെ. അല്ല അങ്ങനെ പറയരുത്. പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരു അവസരം തന്നേ ഒക്കൂ. അതിനു മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടായി. ഞാൻ നിങ്ങളെ ദ്രോഹിച്ചു, നിങ്ങൾ എന്നെ ശപിച്ചു, അത്രയല്ലേ ഉള്ളൂ. അതെ, മനുഷ്യനെ ശിക്ഷിക്കാനുള്ള അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. എങ്കിൽ നിങ്ങളാണ് ആ ദൈവം എന്ന് ഞാൻ കരുതിക്കോളാം. പോരെ? പോരാ, ദൈവത്തിന്റെ ഒപ്പം ഇരുന്ന് ഒരു കപ്പ് കാപ്പിയെങ്കിലും കുടിക്കാതെ പോകാൻ പറ്റില്ല. അതെ, വന്നാട്ടെ. ആ. കീലേരി അച്ചുവട്ടൻ മഹാറൗഡിയാ. കൈവിട്ടോളൂ, കുട്ടി വരും. പ്ലീസ്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. കാപ്പി കുടിക്കാതെ വിടില്ല. ഡേടേ, നിന്നെ തന്നെ ഇങ്ങോട്ട് വാടേ. അച്ചോട്ടാ, ഇവിടെ അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. ഇവനെന്തങ്ങനെ നോക്കി പേടിപ്പിക്കണേ? ആ, വിട്ടുകളാ. അന്ന് തിരക്കിനിടയിൽ ചോദിക്കാൻ മറന്നു, എന്താ കുട്ടിയുടെ പേര്? സുജാത. ആ, അന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി പുറകെ നടന്നവനെ പിന്നെ കണ്ടിരുന്നോ? കല്യാണോ? ആ, അതെ അതെ, കല്യാണം. അയാളെ പിന്നെ കണ്ടില്ല. ഓ, അല്ല, കണ്ടാ ഞങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ. ആ. ആ, അപ്പോ ഞാനൊന്ന് മൂത്രമൊഴിച്ചിട്ട് വരാം. ആ, ആ. പത്രോഫീസിലാണോ ജോലി? അതെ. ഓ. അല്ല, ഒരാളിനെ കാണാൻ പോയതാ. അല്ല, ഈ ചായക്കാരൻ എവിടെ പോയി കിടക്കണേ? ഇവൻ ചത്തോ? ഏത് സ്ഥലം? ആ ആ വെള്ളമാരുതില്ലേ? ആ, അത് ശരി. അപ്പോ പ്രതിഫലം അപ്പൊ തന്നെ കിട്ടൂലല്ലേ സാർ? അത് ശരി. ഓ, ഓക്കെ. ഇനി ഞാൻ പൊയ്ക്കോട്ടെ. അല്ല, അത് കുട്ടി ആ അമ്പലം വരെ ഒന്ന് വരണം. ഇന്ന് എന്റെ പിറന്നാളാ. ദൈവത്തോടൊരു വാക്ക് പറഞ്ഞിട്ട് പോവാ. റംഗൂൺ വാലയുടെ കുട്ടിക്ക് ദേഷ്യമില്ല എന്ന് ഒരേ ഒരു വാക്ക്. അതിനെനിക്ക് ദേഷ്യമില്ലല്ലോ. അതൊന്നും പറ്റില്ല. അമ്പലത്തിൽ വന്നിട്ട് പോയാ മതി. ഛെ, എന്തൊരു കഷ്ടാ ഇത്. എല്ലാ കഷ്ടങ്ങളും നമുക്ക് ദൈവത്തോട് പറയാലോ, അല്ലേ? അതെ. കുട്ടി നടന്നട്ടെ. എന്താ സാർ, അടിക്കരുത്. ഇത് സംഗതി നിങ്ങൾ പറഞ്ഞ കല്യാണം പ്രാന്തൊന്നല്ല കേട്ടോ. ആ ജാഫറിന് എനിക്കറിയാം. ഇനി ആ പെണ്ണിന്റെ ശവം നോക്കിയാ മതി. പ്രൊഫസർ ചതിച്ചോ? 1 minute, please. ഹലോ. എന്താ ചോട്ടാ? എന്താ പാടം?
കുഞ്ഞു വന്നോ? പോകാൻ ധൃതിയൊന്നുമില്ലല്ലോ. മോളെ ഒന്ന് കാണാനായിട്ട് ഞാൻ മദുരാശിയിൽ നിന്ന് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ദിവസം എത്ര എന്നറിയാമോ? ജാഫറിന്റെ സഹായമില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും വരില്ലായിരുന്നു അല്ലേ? എന്താ നിനക്കെന്നോട് പിണക്കമാണോ? ഇരിക്കൂ. ആ, കുടിക്കാൻ എന്തെങ്കിലും? വാ മോളെ, വാ മോളെ, ചോദിക്കട്ടെ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മയും സഹോദരനൊക്കെ സുഖമായിരിക്കുന്നു? ക്ഷമിക്കണം കേട്ടോ, അന്ന് ജാഫറിന് ദേഷ്യം വന്നതുകൊണ്ടാ അവരെ ദേഹോപദ്രവം ഏൽപ്പിച്ചത്. നേര് പറഞ്ഞാൽ എനിക്ക് ആരെയും ഉപദ്രവിക്കണമെന്നില്ല. മോളെന്തിനെ ഈ പാവത്തിനെ ശല്യപ്പെടുത്താൻ നോക്കുന്നു? പോട്ടെ, കഴിഞ്ഞതെല്ലാം പോട്ടെ, ഞാൻ മറക്കാം. ഒരു കോംപ്രമൈസ് അല്ലേ നമുക്ക് നല്ലത്. മോക്കെന്താ വേണ്ടത്? പണം വേണോ? നല്ലൊരു ജോലി വേണോ? പറഞ്ഞോളൂ, ഒക്കെ തരാം. എന്താ ജാഫറെ? അതെ. ആ കടലാസുകളൊക്കെ എവിടെയുണ്ട്? പറയൂ. എന്റെ ഒന്നുമില്ല. അത് കള്ളം. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. പത്രക്കാരനെ വിളിച്ച് പറഞ്ഞതല്ലേ മോളെ, എന്തിനാ ചുമ്മാ അങ്കിളിനോട് കള്ളം പറഞ്ഞ് നേരം കളയുന്നത്? പറയൂ, എവിടെയുണ്ട്? പറയൂ. പറയടേ. പറയൂ മോളെ, പറയടി. പെണ്ണുങ്ങളെ തല്ലുന്നത് ഭയങ്കര നാണക്കേടാണ്. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. പറയടി, എവിടെയാ നീ അത് വെച്ചിരിക്കുന്നത്? പറയാ. അത് ശരി. ഈ കല്യാണം ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മനുഷ്യനെ വടിയാക്കുക. ഈ മനുഷ്യനും തമ്മിൽ ചില മാനുഷിക മൂല്യങ്ങളൊക്കെ ഉണ്ട്. അത് ഉദ്ദേശിച്ച നിങ്ങൾ കരഞ്ഞു പറഞ്ഞപ്പോ ഞങ്ങളെ കുട്ടിയെ നിങ്ങൾക്ക് പിടിച്ചു തന്നത്, അല്ലാതെ നിങ്ങളുടെ നക്കാപ്പിച്ച് കണ്ടിട്ടൊന്നുമല്ല. അല്ല, നീ ആരാടാ മോനെ? മനസ്സിലായില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞങ്ങൾ തീർത്തോളാം. അതൊക്കെ പോട്ടെ മിസ്റ്റർ, നിങ്ങൾ എന്തിനാ വഴിയിൽ വെച്ച് ഞങ്ങളെ പിടിച്ച് തള്ളിയത്? എനിക്കാണ് തോന്നി. അങ്ങനെ തോന്നിയോ തള്ളുവോ? അങ്ങനെ ഞങ്ങൾ പിടിച്ചെന്ന പെണ്ണിനെ നിങ്ങൾ ഉപദ്രവിക്കണ്ട. ഞങ്ങളിപ്പോ പെണ്ണിനെ കൊണ്ടുപോവാ. പിന്നീട് നിങ്ങൾ പെണ്ണിനെ പിടിക്കുകയെ കല്യാണം കഴിക്കുക, പ്രാന്താശത്തിൽ കൊണ്ടുപോയി എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്തു നമ്മളെ. പറയുന്നൊക്കെ കാര്യമാണ്, പക്ഷെ പെണ്ണിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതെന്താ? അതങ്ങനെയാടാ. മേത്തോട്ട് കളിക്കട്ടോ. കളിച്ചോ നീ എന്ത് ചെയ്യോടാ? കളിച്ചാലേ ഒന്ന് പറയൂ. കത്തിയെടുക്കാൻ ലൂസാക്കി തരണ്ടേ? എങ്ങനെയെങ്കിലും എടുക്ക്. പ്രൊഫസറെ ഒന്ന് കത്തിയെടുക്കുന്നു. നോക്കിക്കാണ്ട് ഞാനോ? ഓട്ടങ്ങൾ അയ്യോ. Oh my God! Catch him! അയ്യോ. അച്ഛനെ കഥ നടക്ക്. Hey, I will show you guys. ഈ കഥ കൊടുക്ക്. ഞാൻ ഇനി താക്കോല് ഇവന് കിട്ടിയത് തന്നെ.
ഇറങ്ങിക്കോളൂ ഇറങ്ങിക്കോളൂ. കല്ലും മുള്ളൊക്കെ ഉണ്ടാവും, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലല്ലേ. പക്ഷേ ദൈവത്തിന് പോലും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്ത ഒരു സ്ഥലാ. കുത്തുമുറും കേസ് ഉണ്ടായിട്ട് ഞാൻ ഇവിടെ അല്ലേ ഒളിച്ചിരുന്നത്. കോരുട്ടി മുതലാളി എന്ന് പറഞ്ഞ ഒരാൾ കേട്ടില്ലേ? ഇല്ല. മൂപ്പരുടെ സ്ഥലാ. എന്റെ വലിയ ദോസ്താ. വരി. അയ്യോ, വരൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി എന്തെങ്കിലും ഒരു വിളക്കും ഈ മുറുക്കി വെക്കാവുന്ന അത്യാവശ്യ മരുന്നുകളും എന്തെങ്കിലും കുറച്ച് ഭക്ഷണ സാധനങ്ങളും സംഘടിപ്പിച്ച് ഉടനെ വരാം. ആ കത്തി കയ്യിൽ നിന്ന് പോയതാണ് ഇതിനൊക്കെ കാരണം. ഒരിടത്തിരുന്നോളൂ. നമ്മുടെ സ്ഥലത്തോട്ട് പോകാൻ പറ്റില്ല, അവരവിടെ എത്തും. ശരിയാ, എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടരാ. എന്തിനാണ് അവർ കുട്ടിയെ കൊല്ലാൻ നോക്കുന്നത്? അവർക്ക് എന്താണ് വേണ്ടത്? പറയൂ, എന്താണ് സംഭവം? Hi Ashwini, what are you doing here? Shyama is serious. She is admitted here. What? It's an attempted suicide. My God! ഞാൻ തീർത്തും ഞെട്ടിപ്പോയി. മദ്രാശിയിലെത്തിയത് മുതൽ എന്റെ ഗൈഡും ഫിലോസഫറും എല്ലാമായിരുന്നു എന്റെ കൂട്ടുകാരി ശ്യാമ. അവളെപ്പോലെ ധൈര്യവും വിവേകവും ഉള്ള ഒരു കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാനായില്ല. ഇത് നേരാണോ മാഡം? ശബ്ദം ഉണ്ടാക്കണ്ട, ഇങ്ങോട്ട് വരൂ. ശ്യാമ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇത് കട്ടിലൊക്കെ കീഴ്ന്ന് കിടച്ചത്. She'll be all right. You can go in. Good morning, Miss Sujata. I am Uncle here. How are you? Fine, sir. By the by, ഫ്രണ്ടിന് എങ്ങനെയുണ്ട്? She's better. ഓ, നിങ്ങൾ റൂംമേറ്റ്സ് ആണല്ലേ? ഈ ഹോസ്പിറ്റലിലെ എന്ത് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. Thank you very much. ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. Your friend is doing fine. Don't worry. നിനക്ക് എന്താ പറ്റിയത്? എന്ത് പ്രശ്നം ഉണ്ടായാലും ജീവിച്ചുകൊണ്ട് വേണം പരിഹാരം കാണാനെന്ന് തത്വം പറയാറുള്ള നീ എന്നോട് പോലും പറയാത്ത രഹസ്യങ്ങൾ നിനക്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല. എന്തിനാ ശ്യാമ നീ ഈ കടുങ്കൈ ചെയ്തത്? നീ ആ വാതിൽ കുറ്റിയിട്. എന്നെപ്പറ്റി മുൻപുണ്ടായിരുന്ന നിന്റെ ധാരണയൊന്നും തിരുത്താറായിട്ടില്ല. ആത്മഹത്യ ചെയ്യാൻ ഞാനൊരു മണ്ടിയല്ല. ശ്യാമ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു എന്നത് നേരാണ്. പക്ഷേ അതൊരു ആത്മഹത്യാ ശ്രമമായിരുന്നില്ല. ഒരു ജേർണലിസ്റ്റിന്റെ സത്യാന്വേഷണത്തിന്റെ ആവേശമായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടാനുള്ള തന്ത്രമായിരുന്നു. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള സ്കാൻഡൽസ് ആണെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. പിന്നെയും അവളെന്നെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു.
ഡോക്ടർ രവിയുമായുള്ള അടുപ്പമാണ് വെറും സ്കാൻഡൽസായി തള്ളിക്കളയാവുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം കണ്ടെത്താൻ അവളെ പ്രേരിപ്പിച്ചത്. ഞങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ അങ്കിളായ ഈ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ പീറ്റർലാലിനെ കുറിച്ചായിരുന്നു ശ്യാമയുടെ പരാമർശം. പീറ്റർലാൽ ബോംബെ അധോലോകത്തായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ലക്ഷപ്രഭുവായി. ഈ ഹോസ്പിറ്റൽ അടക്കം ഒരുപാട് സ്ഥാപനങ്ങളുടെ ഉടമയായി. ഡോക്ടർ സ്വാമിനാഥനെ പോലുള്ളവരുടെ സഹായത്തോടെ ഇവിടെ ചികിത്സയ്ക്കെത്തുന്നവരെ അന്യായമായി ഓപ്പറേഷന് വിധേയമാക്കി അവരുടെ ആന്തരാവയങ്ങൾ ലക്ഷങ്ങൾ കൊടുക്കുന്ന ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുകയാണെന്ന്. ഒരിക്കലും ഞാനിതൊന്നും വിശ്വസിക്കില്ലെന്ന് അവളോട് തീർത്തു പറഞ്ഞു. അപ്പോ എനിക്ക് ഭ്രാന്താണോ? സുജാതെ, സത്യം എന്തെന്ന് ഒരു ദിവസം ഞാൻ നിന്നെ ശരിക്കും ബോധ്യപ്പെടുത്താം. വേണ്ട. പീറ്റർലാൽ എന്ന മനുഷ്യനെ പറ്റി നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നല്ലോ. ഹീസ് എ ജെം ഓഫ് എ പേഴ്സൺ. നോ, ഹീസ് എ ഡേഞ്ചറസ് മാൻ. ഒരു ദിവസം എൻ്റെ പരിചയത്തിലുള്ളൊരു സ്ത്രീ അവരുടെ കൊച്ചുമകൾ ദേവയെയും കൊണ്ട് ആശുപത്രിയിൽ വന്നു. വളരെ സ്മാർട്ടായ അവൾ പെട്ടെന്ന് എല്ലാവരുമായി അടുത്തു. ഡോക്ടർ രവിയുടെ സഹായത്തോടെ ശ്യാമ ചില പ്രധാന രേഖകൾ കണ്ടെത്തി.